ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം 12-ാം തീയതി ശനിയാഴ്ച. വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അന്ന് ഹനുമാൻ ജയന്തിയാണ്. അതുകൂടാതെ പൗർണമിയുമാണ്. നമുക്കറിയാം, നമ്മൾ ശനി ദോഷ നിവാരണത്തിനായിട്ട് ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. കണ്ടകശനി, ഏഴര ശനി, അഷ്ടമശനി, ശനിദശാകാലം, ശനിദശയുടെ അപഹാരം ഉള്ള ആളുകൾ, ഇങ്ങനെ ധാരാളം ദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ നമ്മൾ സാധാരണ ശനിദോഷം വരുമ്പോൾ അയ്യപ്പസ്വാമിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാറുണ്ട്, മഹാദേവന് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ശനിദോഷത്തിന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നു. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് ഒക്കെ തന്നെ, വെണ്ണ സമർപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെ വളരെ വിശേഷമാണ് ശനിദോഷ നിവാരണത്തിന് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, ബുദ്ധിക്ക് കുറവുണ്ടെങ്കിൽ, ഓർമ്മയ്ക്ക് കുറവുണ്ടെങ്കിൽ, ശരീരത്തിന് വല്ലാത്ത ക്ഷീണം, എപ്പോഴും നമുക്കൊരു ക്ഷീണം തോന്നുന്ന ആളുകൾ കാണും. എപ്പോഴും കിടക്കണം എന്നുള്ള ചിന്ത, ഒരു കാര്യത്തിനും ഉത്സാഹമില്ലാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വ്യത്യാസമുണ്ടാകുമെന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, അവർക്ക് ഓർമ്മക്കുറവുണ്ട്, എത്ര പഠിച്ചിട്ടും അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല, ബുദ്ധിക്ക് കുറവുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും പല കാര്യങ്ങളും മറന്നു പോകുന്നു. നമുക്ക് സാധാരണ വീട്ടമ്മമാരായാലും ചിലപ്പോൾ നമുക്ക് സംഭവിക്കില്ലേ, ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, തപ്പി നടക്കും, എവിടെ വെച്ചു എന്ന് ഓർക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, അതായത് ഓർമ്മക്കുറവുള്ള ആളുകൾക്കൊക്കെ തന്നെ ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ശനിയാഴ്ചയും കൂടി വന്നിരിക്കുന്നതിനാൽ വളരെ വിശേഷമാണ് എന്ന് ഓർക്കുക. ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ്. പൗർണമി തിഥി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ മാസം 12-ാം തീയതി പുലർച്ചെ 3:21 മുതൽ 2025 ഏപ്രിൽ മാസം 13-ാം തീയതി രാവിലെ 5:51 വരെയാണ്. അതുകൊണ്ട് തന്നെ പൗർണമി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതിനും 12-ാം തീയതി വളരെ ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. വ്രതമെടുക്കുമ്പോൾ ഒരു പകൽ മുഴുവൻ, അതായത് സൂര്യോദയത്തിനു മുമ്പ് മുതൽ വ്രതം തുടങ്ങണം. സൂര്യാസ്തമയത്തിന് ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാവൂ. ഉപവാസമാണെങ്കിലും ഒരിക്കലൂണാണെങ്കിലും ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിന്ന് ഹനുമാൻ സ്വാമിയുടെ ഒരു കഥ പഠിക്കാം, അതായത് സ്വാമിയുടെ ജന്മകഥ. അത് നമുക്കിന്ന് നോക്കാം. എന്തായാലും ജയന്തി ദിവസമാണല്ലോ, ജയന്തി ദിവസം നമുക്ക് ആ കഥയൊന്ന് കേട്ട് പഠിക്കാം. അപ്പം നിങ്ങൾ ഈ കഥ ഇപ്പോൾ കേട്ടാലും, അതായത് 12-ാം തീയതി കൂടി ഒന്നും കൂടെ എടുത്ത് ഈ കഥയൊന്ന് കേൾക്കുന്നത് തീർച്ചയായിട്ടും അത് പുണ്യകരം തന്നെ. കാരണം കഥ കേൾക്കുന്നത് പുണ്യദായകം. അക്കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക. ഒന്നും കൂടെ ഈ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കേട്ടുകൊള്ളൂ. തീർച്ചയായിട്ടും അതിന് യാതൊരു ദോഷവും വരികയില്ല, ഗുണം മാത്രമേ വരികയുള്ളൂ. ഇങ്ങനെ ഹനുമാൻ സ്വാമി, അതായത് ഹനുമാൻ സ്വാമിയുടെ ജന്മകഥ ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജാംബവാനാണ്. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിക്കുന്നതിനായിട്ട് സഹായം തേടി സുഗ്രീവൻ്റെ അടുത്ത് എത്തുന്നു, ബാലിയെ വധിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എന്നിട്ട് പക്ഷേ സുഗ്രീവൻ വീണ്ടും ശ്രീരാമചന്ദ്രൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നില്ല. ആ സമയത്ത് ലക്ഷ്മണൻ ചെന്നിട്ട് സുഗ്രീവനോട് പറയുകയാണ്, അല്ലയോ സുഗ്രീവ, താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തന്നു, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാണ് വിളംബം വിചാരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് സുഗ്രീവൻ എന്ത് ചെയ്യുന്നത്, സീതാദേവിയെ അന്വേഷിക്കുന്നതിനായിട്ട് വാനരന്മാരോട് പറയുന്നത്. അപ്പോൾ ആരാണ് സമുദ്രം ചാടിക്കടന്ന് അപ്പുറത്ത് പോകുന്നത് എന്നുള്ള തീരുമാനം വന്ന സമയത്ത് എല്ലാവർക്കും അതിനുള്ള കഴിവില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിച്ചേർന്നിരുന്ന് ആലോചിച്ചപ്പോൾ ജാംബവാൻ ഹനുമാനോട് പറയുകയാണ്, ഹനുമാനെ നിനക്ക് പോകാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹനുമാൻ ആദ്യം ഒരു മടിയാണ്. ഹനുമാന് തൻ്റെ ആ ഒരു ബലത്തെ പറ്റി അറിവില്ല. ആ സമയത്ത് ജാംബവാനാണ് നീ വീരനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഹനുമാൻ്റെ ജന്മകഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഹനുമാനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കഥ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ജാംബവാൻ ഹനുമാനോട് പറയുകയാണ്, പുത്ര, നീ മഹാബലവാനാണ്. രാമൻ്റെ കാര്യം അനുഷ്ഠിച്ചാലും അതിൽ യാതൊരു വിളംബവും വരരുത്.
അപ്പോൾ അംഗദൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വാനരനാണ്. അംഗദൻ പറയുകയാണ്, ശരിയാണ് മന്ത്രി ജാംബവാൻ, ഹനുമാന് എന്തു ഗുണമാണ് ഇല്ലാത്തത്? എല്ലാ ഗുണങ്ങളുടെയും നിറകുടമാണല്ലോ ഹനുമാൻ. അങ്ങനെ അംഗദൻ പറയുന്നു. ജാംബവാൻ പറഞ്ഞതും അംഗദൻ പ്രശംസിച്ചതും കേട്ടപ്പോൾ വാനരന്മാർ ഹനുമാന്റെ ആരാധകരായി മാറി. ചിലർ കൈപിടിച്ചു, ചിലർ തോളിൽ പിടിച്ചു. അപ്പോൾ ജാംബവാൻ പറയുകയാണ്, വീരഹനുമാനെ ശ്രദ്ധിക്കുക, നിന്റെ ജന്മകഥ ഞാൻ പറഞ്ഞു തരാം. കുഞ്ചതനയ എന്ന ഒരു വിദ്യാധരി വിശ്വാമിത്രന്റെ ശാപത്താൽ വാനര സ്ത്രീയായി തീർന്നു. അവൾക്ക് അഞ്ജന എന്നൊരു പുത്രിയുണ്ടായി. കേസരി എന്ന വാനരൻ അവളെ വിവാഹം കഴിച്ചു. ഭാര്യയെയും കൊണ്ട് കേസരി സ്വന്തം സ്ഥലമായ മലയ പർവ്വതത്തിലേക്ക് പോകുന്നു. ചൈത്രമാസം, വസന്ത ഋതു. അവർ മലയ സാനുക്കളിൽ കേളിയാടുന്ന കാലം. വായു ഭഗവാൻ മലയത്തിലെത്തിച്ചേർന്നു. അഞ്ജനയുടെ മനസ്സ് ഇളകി. വായു ഭഗവാൻ അഞ്ജനയുടെ രൂപം കണ്ട് മോഹിച്ചു. ദുർജയനായ കേസരിക്കും അഞ്ജനയുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല. ആയിടയ്ക്ക് അഞ്ജന നർമ്മദയിൽ ഋതുസ്നാനത്തിന് ചെന്നു. അവിടെ വെച്ച് വായു അവളുമായി രമിച്ചു. അഞ്ജന പവനനോട് സങ്കടം പറഞ്ഞു. ദേവതയായ അങ്ങ് വാനര സ്ത്രീയുമായി ലീലാവിലാസമാടി എൻ്റെ പതിവ്രതാധർമ്മത്തിനും അങ്ങയുടെ ദേവത്വത്തിനും ഹാനി വരുത്തി. ഇത് എങ്ങനെ സഹിക്കും? ഇതാണ് അഞ്ജന ചോദിച്ചത്. പവനൻ വായുദേവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അഞ്ജനി, മറുത്തൊന്നും പറയരുത്. നിന്റെ രൂപഭംഗി കണ്ട് ഞാൻ വികാരാധീനനായി. കോപമടക്കി സ്വഭവനത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. നിന്റെ ഉദരത്തിൽ ഉള്ള പുത്രൻ മഹാവീരനായിത്തീരും. എന്നേക്കാൾ വേഗതയുള്ളവനാകും. വാനരപ്രഭുവായ കേസരിക്ക് ഭരദ്വാജ മുനി നൽകിയ വരമാണിത്. ദേവസംഗമം പതിവ്രതാധർമ്മത്തിന് ഒരിക്കലും ഹാനി വരുത്തുകയില്ല എന്നുകൂടി വായുദേവൻ അഞ്ജനയ്ക്ക് വാക്കുകൊടുത്തു. ഇപ്രകാരം പറഞ്ഞ് പവനൻ സ്വസ്ഥാനത്തിലേക്ക് പോയി. 18 മാസത്തിനു ശേഷം വീരഹനുമാൻ ജനിക്കുകയാണ്. അന്നത്തെ സംഭവങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കുട്ടി അമ്മയുടെ മടിയിലിരുന്ന് അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നു. ചെന്നിറത്തിലുള്ള സൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്നു. പഴുത്തു ചുവന്ന ഫലമാണ് എന്നു കരുതി ആ ശിശു അത് പിടിക്കുവാനായി കുതിച്ചു ചാടി. പർവ്വതത്തിൽ നിന്നും 1,00,000 യോജന ഉയരത്തിലാണ് സൂര്യഭഗവാൻ. ഒരൊറ്റ ചാട്ടത്തിന് സൂര്യമണ്ഡലത്തിന് അടുത്തെത്തി. ആ സമയത്ത് സൂര്യനെ വിഴുങ്ങുവാൻ രാഹു വരുന്നുണ്ടായിരുന്നു. ഹനുമാനെ കണ്ട് ഭയവും ശങ്കയും പെരുത്ത രാഹു ഇന്ദ്രന്റെ അടുക്കലേക്ക് ചെന്നു. രാഹു പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ വിചാരിച്ചു, സൂര്യനെ വിഴുങ്ങുവാൻ രാഹു അല്ലാതെ മറ്റാരാണ് ഇപ്പോൾ വരുന്നത്? ഐരാവതത്തിൻ്റെ മേൽ കയറി ഇന്ദ്രൻ അവിടേക്ക് വന്നു. സൂര്യനെ വിഴുങ്ങുവാനായി ഹനുമാൻ വരുന്നത് ഇന്ദ്രൻ കാണുകയാണ്. സൂര്യനെ വെടിഞ്ഞ് തന്നെ വിഴുങ്ങിക്കളയുമോ എന്നോർത്ത് ഇന്ദ്രൻ ഭയന്നു. ഐരാവതത്തിൻ്റെ കുങ്കുമമണിഞ്ഞ മുഖം കണ്ട് ഹനുമാന് വീണ്ടും കൗതുകം തോന്നി. സൂര്യനെ ഉപേക്ഷിച്ച് ഐരാവതത്തെ വിഴുങ്ങുവാനായി അങ്ങോട്ടേക്ക് ചെന്നു. ഇന്ദ്രൻ ഭയപ്പെട്ടു. ഇന്ദ്രൻ വജ്രായുധം കയ്യിലെടുത്തു. വജ്രായുധമേറ്റ ഹനുമാൻ ബോധം കെട്ട് മലയ പർവ്വതത്തിൽ വീണു. ഹനുമാന്റെ താടിക്ക് മുറിവ് പറ്റിയിരുന്നു. അതുകൊണ്ട് ഹനുമാൻ എന്ന നാമവും സിദ്ധിച്ചു. ഇങ്ങനെ വീരഹനുമാന്റെ കഥ ജാംബവാൻ ഹനുമാന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് തനിക്കിപ്പോൾ ആരോഗ്യക്കുറവുണ്ടെന്നും ചെറുപ്പകാലത്ത് താൻ വലിയ കേമനായിരുന്നു എന്നൊക്കെ ജാംബവാൻ ഹനുമാനോടും വാനരന്മാരോടും പറയുന്നുണ്ട്. ഇപ്പോൾ പ്രായമായിരിക്കുന്നു, എനിക്ക് ആരോഗ്യക്കുറവുണ്ട്. അതുകൊണ്ട് ഹനുമാനെ പുത്ര, നിനക്കാണ് ഇപ്പോൾ ആരോഗ്യമുള്ളത്. നീ ഇത്ര മിടുക്കനാണ്. നിന്റെ ശക്തി നീ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നീ അത് തിരിച്ചറിയുക. നീ ഇത്രയും
ബലശാലിയാണ്, അതുകൊണ്ട് നിനക്കു മാത്രമേ ലങ്ക ചാടിക്കടന്ന് സീതാദേവിയെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ജാമ്പവാൻ ഹനുമാനോട് പറഞ്ഞ് ഹനുമാനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ജാമ്പവാൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ വാനര സൈന്യത്തിന് അഭയം നൽകും. അംഗദവീരൻ്റെ മാനം ഞാൻ സംരക്ഷിക്കും. മഹാബലവാനായി ഞാൻ 100 വട്ടം സമുദ്രം തരണം ചെയ്ത് ലങ്കാപുരിയിൽ എത്തിച്ചേരും. ഞാൻ ഒരുവൻ തന്നെ ശത്രുവിനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് ശ്രീരാമചന്ദ്രന് നൽകും. ആരും ഭയപ്പെടേണ്ട, പരമസന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഞാൻ തനിയെ പൊയ്ക്കൊള്ളാം. ഇങ്ങനെ ഹനുമാൻ സ്വന്തം ശക്തി ആർജിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ വാനരന്മാരെല്ലാവരും കൂടി ഹനുമാൻ സ്വാമിയെ പ്രശംസിച്ചു, അഭിനന്ദിച്ചു. അതിനുശേഷം ഹനുമാൻ സ്വാമി സമുദ്രം തരണം ചെയ്ത് ലങ്കയിൽ എത്തിച്ചേർന്ന കഥയൊക്കെ നമുക്കറിയാം. സമുദ്രം താണ്ടി മറുകരയിൽ എത്തുന്നതിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഹനുമാൻ നേരിട്ടിരുന്നു. അതൊക്കെ നിങ്ങൾക്കറിയാം ആ കഥയൊക്കെ. ഇല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം സുരസ എന്ന് പറഞ്ഞ ഒരു രാക്ഷസി, ആ രാക്ഷസി ഹനുമാനെ ഉപദ്രവിക്കാനായി ചെന്ന കാര്യം, അതുപോലെ മൈനാകപർവ്വതത്തെ കണ്ടുമുട്ടുന്ന കാര്യം, സിംഹിക വധം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ആ സമയത്ത് നടന്നിരുന്നു. ചാമുണ്ടാമോക്ഷം, ഇതൊക്കെ ഹനുമാൻ പോയ സമയത്താണ്, അതായത് ഈ സമുദ്രം താണ്ടുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ രാമായണം പഠിക്കുന്ന സമയത്ത് വിശദമായി തന്നെ പഠിച്ചതാണ്. നമ്മൾ ഇനിയിപ്പോൾ കർക്കിടക മാസം വരുന്ന സമയത്ത് നമുക്ക് അത് വിശദമായിട്ട് പഠിക്കാം. ഉത്തരേന്ത്യയിലാണ് ഈ ചൈത്രമാസത്തിൽ ഈ ദിവസം ഹനുമാൻ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. തമിഴ്നാട്ടിൽ പക്ഷേ ഇത് മാർഗശീർഷ മാസത്തിലാണ്. ആ സമയത്താണ് ഇത് തമിഴ്നാട്ടിൽ ആചരിക്കുന്നത്. അത് മിക്കവാറും ജാനുവരി, ഡിസംബർ ആ സമയത്താണ് വരുന്നത്. അപ്പം പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ സമയങ്ങളിലാണ് ഹനുമാൻ ജയന്തി ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ, അതായത് ചില നാടുകളിൽ അങ്ങനെ ആചരിക്കുന്നു, അവർ ആ സമയത്താണ് ഹനുമാൻ ജയന്തി എന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഒക്കെ തന്നെ, പ്രത്യേകിച്ച് അയോധ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ദിവസമാണ് ഹനുമാൻ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ചൈത്ര പൂർണിമ ദിവസം, അതായത് ചൈത്ര മാസത്തിലെ പൂർണിമ ദിവസം, പൗർണമി ദിവസമാണ് ഹനുമാൻ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. അതുകൊണ്ടാണ് 12-ാം തീയതി നമ്മൾ ഹനുമാൻ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. അന്ന് പൗർണമിയും കൂടിയാണ്. വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടി വന്നതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം വിശേഷമാണ്. ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് വളരെ വളരെ വിശേഷമാണ്. ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാർച്ചന നമ്മൾ നടത്തുന്നത്, നമ്മൾ കുങ്കുമം മേടിച്ചിട്ട് ഭഗവാനെ അർച്ചന ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഭിഷേകം ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ അത് ചെയ്തു തരും. അത് വളരെ വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഓർമ്മക്കുറവ്, ശനിദോഷം, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. പേടികൾ, ചില മനുഷ്യർക്ക് ഒരു ഭയമുണ്ടാകും, എപ്പോഴും അനാവശ്യമായ ഭയം, എപ്പോഴും ഒരു ഭയമാണ്. എവിടെയെങ്കിലും പോകുന്നതിന്, വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്നതിന്, എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോൾ ഒക്കെ തന്നെ ചിലർക്ക് വല്ലാത്തൊരു ഭയമാണ്. ആ ഭയമൊക്കെ മാറുന്നതിന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി. നമുക്കൊരു ആത്മബലം ഭഗവാൻ നമുക്ക് തരും. നമ്മൾ മനസ്സ് നൊന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇനി വലിയ ദോഷങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ, നമുക്കങ്ങ് ഭയങ്കര വിഷമമാണല്ലോ, എപ്പോഴും അങ്ങ് ഒരു ദുഃഖം, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ല സമാധാനം കിട്ടുകയും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഭഗവാൻ കാണിച്ചു തരികയും ചെയ്യും. നമ്മൾ ആലോചിക്കുക, നമുക്ക് ഈ ദോഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത് നമ്മൾ ആലോചിക്കും, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്, മറ്റുള്ളവർക്കൊക്കെ എന്തൊരു സുഖമാണ് എന്ന് ചിന്തിക്കും. നമുക്ക് ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അത്രത്തോളം പാപം ചെയ്തിട്ടുണ്ട് മുൻ ജന്മങ്ങളിൽ. നമ്മുടെ കുടുംബത്തിൽ അത്രത്തോളം പാപമുണ്ടാവും. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വളരെ സുഖമായി ജീവിക്കുന്ന ആളുകളെ കാണും. അവരൊക്കെ തന്നെ മുൻജന്മങ്ങളിൽ വളരെ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാവാം അവർ ഈ ജന്മത്തിൽ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നത്. ആ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ജന്മം ഉണ്ടാകും. ആ ജന്മത്തിൽ, അതല്ലെങ്കിൽ ഈ ജന്മത്തിൻ്റെ അവസാന കാലങ്ങളിൽ അവരെന്തായാലും സ്വസ്ഥമായി ജീവിക്കുകയില്ല, ഉറപ്പാണ്. ആ ദോഷം അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും.
തീർച്ചയായിട്ടും വയസ്സുകാലത്തായിരിക്കും അവർ കൂടുതൽ ദുഃഖിക്കുന്നത്. ആ സമയത്ത് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വയസ്സുകാലത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകണം. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് അല്പം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നാലും അതൊക്കെ താങ്ങാനുള്ള ഒരു മനക്കെട്ടി നമുക്കുണ്ടാകും. ഇനിയിപ്പം നമുക്ക് വീട്ടിലങ്ങ് വലിയ പ്രശ്നമാണ്, കുറേ സമയം നമുക്ക് എഴുന്നേറ്റ് പോയിരുന്ന അമ്പലത്തിൽ പോയി ഇരിക്കാനെങ്കിലും നമുക്ക് പറ്റണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആരോഗ്യമുണ്ടാകണം. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഇനി കുറച്ച് വിഷമമൊക്കെ തന്നാലും സാരമില്ല, വയസ്സാകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരുത്തല്ലേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. കാരണം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കും പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് യാത്ര ചെയ്യാൻ പോലുമുള്ള ആരോഗ്യം നമുക്കുണ്ടാവത്തില്ല. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ കുത്തുവർത്തമാനവും അവരുടെ നിന്ന വർത്തമാനവും പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ചിന്തയും അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും അല്ലേ? നമ്മൾ നിന്ന് അനുഭവിക്കാൻ മാത്രമേ ചിലപ്പോൾ നമുക്ക് പറ്റുകയുള്ളൂ. എങ്ങോട്ടിറങ്ങി പോകാനാണ്? കാശും കാണില്ല, ഇനി നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് പോകാനുള്ള സാഹചര്യവും കാണില്ല, ആരോഗ്യവും കാണില്ല. ആ സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വന്നാലോ, ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്ന് ദുഃഖിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നാലോ, അതും ഒരു തീരാ ദുഃഖമാണല്ലേ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ടൊക്കെ നമ്മൾ ജീവിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വയസ്സുകാലമായപ്പോഴേക്കും നമ്മുടെ മക്കൾക്കൊന്നും ഒരു നല്ല ഗതിയില്ല. അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുക എന്നുള്ളത് അതും അങ്ങേറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ദൈവങ്ങൾ ദോഷമൊക്കെ തന്നാൽ പോലും അതൊക്കെ നമ്മുടെ കർമ്മഫലമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യുക. കഴിവതും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാതിരിക്കുക. നമ്മുടെ മുമ്പിൽ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യാതിരിക്കുക. അതിൻ്റെ പുറത്ത് നമ്മൾ പറഞ്ഞ് ആ പാപവും കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുക. കഴിവതും മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾ പറയാതിരിക്കുക. ചിലപ്പം നമ്മൾ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാകും. അതുപോലെ ആയിരിക്കും മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക. ഇനി അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളായിട്ട് അത് പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക. അതൊക്കെ വളരെയധികം ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ മനസ്സ് അറിയാതെ പോലും നമ്മളൊന്ന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. അപ്പം അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നാമം ജപിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ വീട്ടുകാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കാര്യങ്ങൾ നോക്കി, സഹോദരങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ചിലർക്ക് മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുമായിരിക്കാം, ചിലർക്കത് പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യുക. ഒരു നേരം ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് ചെന്ന് കുറച്ച് സമയം കൂട്ടിരിക്കുകയോ എന്താണോ അത് നമ്മൾക്ക് ചെയ്തു കൊടുക്കാം. ഇനി അതിനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അവർക്കൊരു സമാധാനം നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുൻജന്മ പാപങ്ങൾ കുറയ്ക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരുത്തൂ. നമുക്ക് എത്ര സൗഭാഗ്യമുണ്ട് എന്ന് കരുതിയാലും, നമുക്ക് എത്ര സൗഭാഗ്യത്തിൽ നമ്മൾ ജീവിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് എത്ര ദുഃഖം ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പരദൂഷണം പറയുന്ന ആളുകളാണെങ്കിൽ അത് നിർത്തുക. മറ്റുള്ളവർ തെറ്റ് ചെയ്തോട്ടെ, ശരി ചെയ്തോട്ടെ, നിങ്ങൾ അതിലിടപെടാൻ പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരു സ്വസ്ഥതയുണ്ടാകും. നമ്മുടെ മനസ്സിൽ വെറുതെ അസൂയയും കുശുമ്പും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ഈർഷ്യയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് തന്നെ എന്ത് ചെയ്യും? അത് ദോഷമുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭഗവാന്റെ കഥകൾ കേട്ടും ഭഗവാനെ പ്രാർത്ഥിച്ചും നാമം ജപിച്ചും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളെല്ലാം നമുക്ക് വന്നു ചേരേണ്ടതാണ്. അത് നമ്മുടെ കർമ്മഫലമാണ് എന്ന് വിശ്വസിച്ച് സമാധാനിക്കുക. കാരണം പൂന്താനം നമ്പൂതിരി പറഞ്ഞത് എന്താണ്? നമുക്ക് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുകയാണ്, പിന്നെ എനിക്ക് എന്തിനാണ് മറ്റു മക്കൾ. അപ്പോൾ അതൊരു സമാധാനമാണ്. അങ്ങനെ നമ്മൾ സമാധാനിച്ച് കിട്ടാത്തതിനെ പറ്റി ഓർത്ത് വിഷമിക്കാതെ കിട്ടിയതിനെ പറ്റി ഓർത്ത് സന്തോഷിച്ച്, കിട്ടാത്തതൊക്കെ നമുക്കൊരിക്കലും കിട്ടാൻ പാടില്ലാത്തതാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നും. പക്ഷേ ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് മഹാദോഷത്തിനായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ? നമ്മൾ പിടിച്ചു മേടിക്കും ചില കാര്യങ്ങൾ നല്ലതാണെന്ന് കരുതി, പക്ഷേ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴായിരിക്കും ദൈവമേ ഇത് എടുത്തുകൊണ്ട് വരണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ ബന്ധത്തിലേക്ക് പോകണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്.
അതുകൊണ്ടാണ് നാമം ജപിക്കുന്ന ആളുകളെ ദൈവം പരീക്ഷിക്കുമെന്ന് പറയുന്നത്. നാമം ജപിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കും ചില മനുഷ്യർ നാമം ജപിക്കുന്നത്. അതൊട്ട് ദൈവം കൊടുക്കില്ല. അതിന് കാരണം എന്താണ്? ഭഗവാൻ അറിയാം, നിങ്ങളിത് നിങ്ങളുടെ മനുഷ്യബുദ്ധിയാലാണ് ഇത് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്ന് ഭഗവാന്റെ ബുദ്ധിയിൽ തോന്നും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരാത്തതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതും. അതുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ശരിയായത് വേണ്ട സമയത്ത് ഭഗവാൻ തന്നുകൊള്ളുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഭഗവാനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. അതല്ലാതെ ഇത് നിങ്ങളെ പരീക്ഷിക്കുന്നതോ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതോ ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിരന്തരം നാമം ജപിച്ച് പ്രാർത്ഥിച്ച് നല്ല മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല മനുഷ്യരാക്കി അവരെയും നിങ്ങളെ വളർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ അഭിമാനിക്കുക. നമ്മുടെ സംസ്കാരം ഏറ്റവും മഹത്തായ സംസ്കാരമാണ്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും ബഹുമാനിക്കുന്നതിന് വേണ്ടി നമ്മളെ പഠിപ്പിച്ചു തരുന്ന സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കി അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നാമം ജപിക്കുക. രാജ്യസ്നേഹം കുഞ്ഞുങ്ങൾക്ക് വളർത്തിക്കൊടുക്കുക. നല്ലത് മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.